ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് ഭരണ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുമ്പോൾ അങ്ങ് ചിരി വരുവാണ്. ചിരി സഹിക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റിലോട്ട് ആദ്യം വരാം. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡും ക്രൂഡ് വീഴുന്നു, ഗോൾഡ് പറക്കുന്നു, നമ്മുടെ അമ്മായി ഇഫ് നിഫ്റ്റി പറക്കുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അതിന് മുന്നേ ഇന്നത്തെ മാർക്കറ്റിൽ ഞാൻ ഇന്നലെ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. FIs ഇങ്ങനെ ഷോർട്ട് പൊസിഷൻ കൂട്ടുമ്പം അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ അവർ ഷോർട്ട് പൊസിഷൻ കൂട്ടത്തില്ല എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഓൾമോസ്റ്റ് റീസെൻ്റ് ഹൈയിൽ നിന്നും ഏകദേശം ഒരു 600-700 പോയിൻറ്റോളം ഇപ്പം മാർക്കറ്റ് താഴെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ട ആ ഡേ വൈസിലുള്ള ക്യാൻഡിൽ, ആ ഡേ വൈസിലുള്ള ക്യാൻഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ട്രെൻഡ് ലൈനിൻ്റെ അടുത്തെത്തി ഇല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നൊരു റിവേഴ്സൽ സാധ്യത നമ്മുടെ ഈ ചാർട്ടും പ്രകാരം ഒരു റിവേഴ്സൽ സാധ്യത നമുക്ക് ഇവിടുന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് ഈ ഒരു ഇതിൻ്റെ വാല് നോക്കുവാണെങ്കിൽ വിക്ക് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു തൊട്ടടുത്ത് തന്നെ വന്നു, ഓൾമോസ്റ്റ് അടുത്ത് വന്നു. ചെറിയൊരു മാത്രമേ ഉള്ളൂ. അപ്പോൾ 24,000 നമ്മൾ പറഞ്ഞത്. 24,000 ഇന്നത്തെ ലോ എന്ന് പറയുന്നത് ഏകദേശം 24,020 വരെ വന്നു. 24,020 വരെ 25 വരെ വന്നു. നമ്മുടെ 24,000 നമ്മുടെ റേഞ്ച്. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു റിവേഴ്സൽ കിട്ടുമോ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം. ആ റിവേഴ്സലിനെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പം മാർക്കറ്റ് പ്രതികരിക്കുന്നത്. ഇതൊരു കോയിൻസിഡൻ്റ് തന്നെയാണ് ഇപ്പം. അപ്പോൾ ഇത് കണ്ടല്ലോ, ജസ്റ്റ് ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം മാർക്കറ്റ് എന്തുകൊണ്ടാണ് പറക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ US ഇൻ്റർവെൻഷനാണ്. അതായത് US ട്രഷറി അവരുടെ ബോണ്ടുകൾ 20 മുതൽ 30 വർഷവും 10 മുതൽ 20 വർഷം വരെയുള്ള ബോണ്ടുകൾ, 20 മുതൽ 30 വർഷം വരെയുള്ള ബോണ്ടുകളുടെ ലിക്വിഡിറ്റി വർദ്ധിപ്പിച്ചു. അപ്പോൾ അതിന് ബൈബാക്കിനൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ രീതിയിൽ വൈഡ് രീതിയിൽ അതിനോട് ഒരു ബൈബാക്ക് സെറ്റപ്പ് അവർ ഉണ്ടാക്കിയെന്നും പറഞ്ഞാൽ അവരുടെ ട്രഷറി ഒരു ന്യൂസ് ഇപ്പം വന്നിട്ടുണ്ട്, ജസ്റ്റ് വന്നതേ ഉള്ളൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം അമേരിക്കൻ മാർക്കറ്റൊക്കെ കിടന്ന് പറക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു അലവലി നമ്മുടെ മാർക്കറ്റിലും ഉണ്ടാകും. അപ്പോൾ തന്നെ അപ്പുറത്ത് ഇറാനും ടീമും പറഞ്ഞേക്കുന്നത് നമുക്ക് ഇനി യാതൊരു ഇവരുമായിട്ട് നമ്മുടെ ഹോർമോസ് ഇനിയും റിമെയിൻ ക്ലോസ്ഡ് ആയിരിക്കും, നമുക്ക് വേറെ ചർച്ചകളൊന്നും അവരുമായിട്ടില്ല, നമ്മുടെ അസറ്റ് നമുക്ക് തിരിച്ചു കിട്ടണം, നമ്മുടെ അസറ്റ് ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്നത് മാറ്റി വെക്കണം, പിന്നെ നമുക്ക് നഷ്ടപരിഹാരം തരണം, അങ്ങനെ നീണ്ട ലിസ്റ്റുമായിട്ട് അവർ നിൽക്കുകയാണ്. അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് ട്രംപ് പറഞ്ഞു ഇനി അവരുമായിട്ട് നമ്മൾ യാതൊരു ചർച്ചയില്ല, അവരെ മാക്സിമം സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്നാണ് ട്രംപ് ഇപ്പം ജസ്റ്റ് വന്ന വാർത്തയാണ്. സാമ്പത്തികമായിട്ട് നമുക്ക് അവരെ മാക്സിമം ബുദ്ധിമുട്ടിക്കുക, അങ്ങനെ അവരെ അടിയറവ് ഉറപ്പിക്കുക. അപ്പം മിസൈൽ വിട്ടും ഡ്രോൺ വിട്ടുമുള്ള പരിപാടിയെല്ലാം നിർത്തി ഇനിയിപ്പോൾ സാമ്പത്തിക ഉപരോധമാണ് അവർ നോക്കുന്നത്. എത്ര കണ്ട് വിജയിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഓൾറെഡി ഇറാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനിയും യാതൊരുവിധ ചർച്ചയും അമേരിക്കയുമായിട്ടില്ല, ഒരു ഡിപ്ലോമാറ്റിക് ടോക്സും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യുദ്ധം എന്ന് പറയുന്നൊരു സംഭവം ഇപ്പം മാർക്കറ്റിൽ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു ഘടകമേ അല്ല. മറിച്ച് മറ്റുള്ള മാർക്കറ്റിനെ ഉത്തേജിപ്പിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ചെറിയ ന്യൂസുകൾ വരുവാണെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് എപ്പോഴും പറന്ന് കയറാനുള്ള ശ്രമമായിരിക്കും നടക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ കാര്യം പറയാമല്ലോ. ഇന്നത്തെ കാര്യം എന്താണ്? മാർക്കറ്റ് രാവിലെ നേരെ താഴോട്ട് ഇറങ്ങിപ്പോയിരുന്നു. നമ്മുടെ രണ്ടാമത്തെ സപ്പോർട്ട് 24.80 ഞാൻ പറഞ്ഞിരുന്നു. 24.80 സപ്പോർട്ടിൽ വന്ന് എടുത്ത് തിരിച്ച് കയറിപ്പോയി. ഇവിടെയും ആൾക്കാർ സത്യം പറഞ്ഞ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ. ഈ പോയിന്റിൽ ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങി എന്നുള്ളത് വലിയ ഭയങ്കര രസം. അതായത് C എടുത്ത് ഈ ഒരു പോയിന്റിൽ വന്ന് കണ്ണും അടച്ചു. പക്ഷേങ്കിൽ അതൊന്നും ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. അപ്പോൾ വരയിലുള്ള വിശ്വാസത്തിന് പുറത്ത് അവർ ഇവിടെ വന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഒരു C ചാടി എടുത്തു. ഇവിടെ കയറിയപ്പം 10, 15, 18 പോയിന്റ് കിട്ടിയ ആൾക്കാരുണ്ട്. അവർ അപ്പോൾ കിട്ടി ചാടി ഇറങ്ങി. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും തിരിച്ചു വന്നു. ഇവിടെ മാർക്കറ്റ് എത്താറായപ്പോഴാണ് ഞാൻ ഈ ഒരു ടെമ്പററി സപ്പോർട്ട് ലൈവ് മാർക്കറ്റിൽ വരച്ചത്. ഈ ഒരു വര, അത് നിങ്ങൾക്ക് യൂട്യൂബിലുള്ള കാര്യത്തില്ല, ഗ്രൂപ്പിലുള്ളവർക്കാണ് ആ വര പ്രയോജനപ്പെട്ടു എന്നാണ്. ഈ വര നിങ്ങൾ ജസ്റ്റ് ഇന്നൊന്ന് കമൻറ്റ് ചെയ്യണം ഗ്രൂപ്പിലുള്ളവർ. എനിക്ക് അറിയാൻ വേണ്ടിയാണ്, നിങ്ങൾ എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന അറിയണ്ടേ. ഈ ഒരു വര നമ്മൾ ലൈവിൽ ഈ ഒരു വര വരച്ചതാണ്. ഈ ഒരു വര കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം, ഈ ടെമ്പററി ലൈൻ അതായത് 24,041 എന്ന് പറയുന്ന ഈ ഒരു വര വരച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായോ എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെന്ന് അറിയണ്ടേ.
അതിനുവേണ്ടി മാത്രം ചോദിക്കുന്നതാണ്. കമൻറ്റ് ചെയ്താൽ വലിയ ഉപകാരം. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ആ വരയിൽ തന്നെ എന്ത് ചെയ്തു? മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തു. ഈ ജസ്റ്റ് ഈ 40 പോയിന്റിനകത്ത് ഇവിടെ 24.040, 24.080 ഈ 40 പോയിന്റിനടുത്ത് മാർക്കറ്റ് രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3:40 വരെ ഇപ്പോഴും മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് ഇവിടെ നമ്മുടെ വരയിലാണ്. 24.080 നമ്മുടെ മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. നമ്മുടെ വരയിൽ തന്നെയാണ് മാർക്കറ്റ്, വരച്ച വര. നമ്മൾ ഇന്നാളി പറഞ്ഞ പോലെ തന്നെ ആനയുടെ കാലെ തോട്ട് ചാരി വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെ അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നാളെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? നാളെ സംഭവിക്കാൻ പോകുന്നത് ഈ തൽസ്ഥിതി, ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതി തുടരുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ US മാർക്കറ്റ് ഒക്കെ പറക്കാണ്. 250 പോയിന്റ് പോസിറ്റീവിലാണ് ഓടുന്നത്. ഗോൾഡ് നോക്കുവാണെങ്കിൽ ഗോൾഡ് പറന്നു. ഗോൾഡിനാണെങ്കിൽ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ഗോൾഡ് പറന്നു. ഏകദേശം ഒറ്റയടിക്ക് തന്നെ $100 ഗോൾഡിന് അതിൽ കയറിയത്. ഓക്കെ, അതുപോലെ തന്നെ ക്രൂഡാണെങ്കിലും നേരിയ വീണിട്ട് തിരിച്ച് കയറുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല എങ്ങനെയാണ്. താഴോട്ട് വരും. എന്തൊരു സപ്പോർട്ട് 83 എന്ന് പറഞ്ഞൊരു സപ്പോർട്ടാണ് പിന്നെ ക്രൂഡിനുള്ളത്. ആ ക്രൂഡ് കറക്റ്റ് അവിടെ വന്ന് തട്ടി തിരിച്ചു. ഇതൊക്കെ അവിചാരിതമാണ്. നമ്മൾ നേരത്തെ വരച്ചിട്ട്, ഇതൊക്കെ ഇപ്പോഴും അല്ല, നേരത്തെ വരച്ചിട്ടേക്കുന്ന വരകളാണ്. വരകൾ ഉപയോഗപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഓക്കെ, എനിവേ എന്തായാലും ഈ പറയുന്ന ഗോൾഡ് ആണെങ്കിലും നമ്മൾ ഗോൾഡ് നോക്കിക്കഴിഞ്ഞാലും കൃത്യമായിട്ട് അത് റെസ്പെക്ട് ചെയ്ത് നമ്മുടെ ഒരു വരയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ പലരുടെ പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിവേ എന്തായാലും അപ്പോൾ എന്തായാലും ഒരു അപ് ട്രെൻഡിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു മൂഡാണ് നിലവിൽ മാർക്കറ്റുള്ളത്. ഈ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു പിന്നെ മുന്നേറ്റം ഇന്ന് രാത്രി നിലനിർത്തുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം നോക്കുവാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി MI നോക്കിയേ കൃത്യമായിട്ട് നമ്മളെല്ലാം വരച്ചിട്ടുണ്ട് കേട്ടോ. വര പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്ത് എവിടെ പോയി ഏത് സ്റ്റോക്കിലും വരയ്ക്കാം. ഓക്കെ, അതാണ് ഈ വരയുടെ പ്രത്യേകത. അപ്പോൾ ചോദിക്കും, സാറേ എത്ര നാളായി വരയുടെ ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കാം, സമയമുണ്ട്, താമസിക്കാതെ തന്നെ നമ്മൾ വരയുടെ ക്ലാസ് നടത്തും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പം വീണ്ടും തിരിച്ച് എന്ത് ചെയ്യുന്നു? ഗിഫ്റ്റ് നിഫ്റ്റി ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 24,220 കടന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു അപ്സൈഡ് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നാളെ ഒരു ഗ്യാപ്പ് അപ്പിനുള്ള എല്ലാ സാധ്യതകളും നിലവിൽ മാർക്കറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,138 തന്നെയാണ്. ഈ 24,138 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ടോ നോക്കുക. ഓക്കെ, 24,138 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത കടമ്പ എന്താണ്? നമ്മുടെ ബോക്സാണ് അല്ലേ? അങ്ങനെ ബോക്സിൽ കയറി അവിടെ ബോക്സിനകത്ത് എന്ത് സംഭവിക്കുന്നത് നോക്കിയതിന് ശേഷം ആയിരിക്കണം നമുക്ക് ഫർദർ സ്റ്റെപ്പ്. ഓക്കെ, നിലവിൽ നമുക്ക് എന്താണ്? നാളെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 24,138 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ തിരിച്ച് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി പോകാൻ നോക്കുക. ടെസ്റ്റ് ചെയ്യുന്ന വല്ല നോക്കിയതിന് ശേഷം അവിടുത്തെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ട്രേഡിനകത്ത് എൻട്രി ആകാവൂ. അതുപോലെ തന്നെ ഗ്ലോബലി ഉള്ള സെൻറ്റിമെൻറ്റ്സ് നമ്മൾ നോക്കണം. ന്യൂസ് പോസിറ്റീവ് ആണോ, ബാക്കിയുള്ള കാര്യങ്ങളിൽ അനുകൂല ഘടകമാണോ നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഒരു ട്രേഡിനെ പറ്റി ചിന്തിക്കാവൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 138 നോക്കുക. അതിന് മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചുകൂടാൻ സപ്പോർട്ട് തിരിച്ച് കയറി പോകും, അതോ നേരെ മുകളിലോട്ട് കയറിപ്പോയി ബോക്സ് തട്ടി അവിടെ നിൽക്കുകയോ ബോക്സിനകത്ത് കയറുമോ എന്നൊക്കെ നോക്കി ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ എപ്പോഴും പറയേണ്ട കാര്യമില്ല. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലില്ല. ഇനി നാളെ താഴെ വരുവാണെങ്കിൽ 24,000 നമുക്ക് കട്ട സപ്പോർട്ടുണ്ട്. അത് നമുക്ക് അന്നേരം പോയി ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓൾമോസ്റ്റ് നമ്മൾക്ക് ചാർട്ട് വെച്ച് നോക്കുവാണെങ്കിലും നമ്മുടെ ഡേ ക്യാൻഡിൽ എന്ത് ചെയ്തു? ഓൾമോസ്റ്റ് 24,000 വന്ന് ടച്ച് ചെയ്ത് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ ഇതാണ് നിലവിലുള്ള അവസ്ഥ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ മീറ്റപ്പിൻ്റെ ഗ്രൂപ്പിലെ സംഭവങ്ങളെല്ലാം നമ്മൾ ക്ലോസ് ചെയ്തു. ചുമ്മാ നോക്കിയിരുന്നവരെ നമ്മൾ പുറത്താക്കി. അപ്പം ബാക്കി ഫൈനലായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പേഴ്സണലായിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അതിനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കാം. എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ആൾക്കാർ, ഞാൻ എത്രയാണോ മനസ്സിൽ കണ്ടത് അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ നിലവിൽ വരും, നമ്മുടെ മീറ്റപ്പിൽ പങ്കെടുക്കും. വളരെ സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആ മീറ്റപ്പിൽ നമുക്ക് ഞാൻ നേരത്തെ പറയാതെ ഞാൻ ക്ലാസ് എടുക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെങ്കിൽ വളരെ സ്നേഹസ്വരൂപമാണ് ധാരാളം ആൾക്കാർ പറഞ്ഞു, സാർ ഞങ്ങൾ സാറിനെ കാണാൻ വേണ്ടി മാത്രമല്ല വരുന്നത്, സാറിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാനോടാണ് വരുന്നതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ക്ലാസ് എടുക്കുകയായിരിക്കും. ഒരു മണിക്കൂർ. പിന്നെ മറ്റ് പല കാര്യങ്ങളും, നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന പല കാര്യങ്ങളും അവിടെ ഉണ്ടാകും. എന്തായാലും ഒരു കുടുംബം, ഒരു ഫാമിലിയിൽ എങ്ങനെയൊക്കെയാണോ നമ്മൾ ഒരാഘോഷം സംഘടിപ്പിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും നമ്മളുടെ പരിപാടിയും. അതിന് നിറപ്പകിട്ടേകാൻ പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിവേ ഇൻഷാ അല്ലാഹ്
നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതാണ് ഇപ്പം ലേറ്റസ്റ്റ് ഉള്ള കാര്യങ്ങൾ. ഇപ്പോൾ ആർക്കെങ്കിലും പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്നെ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. അതിന് ശേഷം ഞാൻ സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി എല്ലാം ഫ്ലാറ്റ് ആയിരുന്നു, നമുക്കൊന്നും പറയാനില്ല. മിഡ് ക്യാപ്പിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് താഴോട്ട് പോകുന്നു, മേലോട്ട് പോകുന്നു, ആടിക്കളിക്കുന്നു. താഴോട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ ഈ പറഞ്ഞ 840 വരയുടെ കാര്യം പറഞ്ഞില്ലേ, ആ വരെ തന്നെയാണ് ഇന്നും മാർക്കറ്റ് ആടിക്കളിക്കുന്നത്. അതിന് ഇന്ന് ക്ലോസിങ് വന്നിരിക്കുന്നത് നാളെയാണ്. ഇനിയിപ്പം നാളെ പോസിറ്റീവ് മൊമെൻറ്റം ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നേരെ 908 പോകാനുള്ള സാധ്യതയുണ്ട്. നാളെ BSE നോക്കുക. BSE മൊമെൻറ്റം നിലനിർത്തുമോ അതോ ഒരു എന്താ പറയുന്നത്, താഴോട്ട് പോയ പ്രോഫിറ്റ് ആരെങ്കിലും ബുക്ക് ചെയ്ത് ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടായതാണോ BSEക്കകത്ത് നമുക്കറിയത്തില്ല. എനിവേ എന്തായാലും BSE നാളെ നോക്കുക നിങ്ങൾ. BSEയുടെ ഞാൻ പറഞ്ഞു ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഈ 323 എന്ന് പറയുന്നത് ഒരു മേജർ സപ്പോർട്ടാണ്. അപ്പോൾ ആ സപ്പോർട്ട് പൊട്ടി താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ 3000 എത്താനുള്ള സാധ്യത BSE ഉണ്ട്. അപ്പം മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. ധാരാളം ആൾക്കാർ PE ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, എൻ്റെ അറിവ്. എനിവേ എന്തായാലും നാളെ കണ്ടറിയാം. ഇനിയും നേരം വെളുക്കാനും കോഴി കൂവാനും ഒക്കെ ധാരാളം സമയം ഇനി ബാക്കിയുണ്ട്. അപ്പം നമുക്ക് രാവിലെ കാണാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, രാത്രി സമാധാനത്തോടെ കിടന്നുറങ്ങാം. സാധനം കയ്യിലുള്ളവർക്ക് സമാധാനക്കേടായിരിക്കും, എങ്കിലും ഓക്കെ, നിങ്ങളുടെ റിസ്ക്കും നിങ്ങളുടെ റിവാർഡും നിങ്ങളുടെ തന്നെയാണ്, വേറെ ആരും അത് പറിച്ചുകൊണ്ട് പോകത്തില്ല. ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.